ഹലോ, അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ താജ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇത് വന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കിത് ഈ അറ്റത്താണ് സീറ്റ് കിട്ടിയത്, ബാക്കി എല്ലാവരും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ താമരശ്ശേരി ചുരം ഇറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. കാരണം ഇപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുരത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ വിശക്കില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞതാണ്. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പിന്നെ ഇത് നമുക്ക് എന്താണ് സാലഡ്, പിന്നെ അതുപോലെ നാരങ്ങാച്ചാർ, ഇങ്ങനത്തെ ഒരു നാരങ്ങാച്ചാർ. അതിനെന്താ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ്. ഇത് കണ്ടില്ല, നല്ല വ്യൂ ആണ്. നമ്മളെപ്പോഴും താമരശ്ശേരി ചുരത്തിൽ ഇവിടെ നിർത്തി ഫോട്ടോസൊന്നും എടുക്കാറില്ല. നേരത്തേക്ക് വരുന്ന സമയത്തൊക്കെ നിറയെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും വണ്ടി സൈഡാക്കാറില്ല. പിന്നെ ഇത് കണ്ടില്ല, ടൂറിസ്റ്റുകളും പിന്നെ ഈ സ്വാമിമാരുടെ എല്ലാം തിരക്ക്. നമ്മൾ ഈ മഴക്കാലത്തൊക്കെയാണ് അടിപൊളിയായിരിക്കുക. പിന്നെ നമ്മളിത് കണ്ടില്ലേ, നല്ല വ്യൂ. പിന്നെ കുരങ്ങന്മാരൊക്കെ ഇതേ കണ്ടില്ല അവിടെ നോക്കിയിരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്കാണ്, 1 മണി കഴിഞ്ഞു, 1-1:30 ആവാനേ നമ്മൾ ഇറങ്ങും ഇവിടെ എത്തുമ്പോൾ തന്നെ. പക്ഷെ നമ്മൾ ഒരു കാലത്ത് വരികയാണെന്ന് വെച്ച് കോട ഇറങ്ങിയിട്ട് അടിപൊളിയായിരിക്കും, നല്ല വ്യൂ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ മലപ്പുറം എത്തിയപ്പോൾ ഞങ്ങളിത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭയങ്കര വെള്ളദാഹം പറഞ്ഞപ്പോൾ ഞങ്ങളിത് ജ്യൂസ് കുടിക്കാൻ കയറി. അപ്പോൾ കണ്ടില്ലേ, ഈ ചേട്ടൻ ഇത് വന്നിട്ട് ചക്കിലാട്ടുന്നത് പോലെയാണ് ജ്യൂസ് അടിച്ച് തന്നത്. ഞങ്ങൾക്ക് മുസമ്പി അതുപോലെ പൈനാപ്പിളും കൂടി ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഇതിന് വന്നിട്ട് നമ്മൾ 3 എന്തോ വാങ്ങിച്ചപ്പോൾ 150 രൂപ അങ്ങനെ എന്തോണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇറങ്ങിയതാണ്. ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ടില്ല, സ്നാക്സുകൾ അടിപൊളി, പലതരം സ്നാക്സുകളുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മുട്ടപ്പത്തിരി, പിന്നെ കണ്ട് ചിക്കൻ, അങ്ങനെ പല വെറൈറ്റി ഫുഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഈ ചിക്കൻ്റെ ഒരു ഇതാണ് വാങ്ങിച്ചത്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് 2 ആൾക്കും. ഇപ്പോൾ മോന് വേണ്ട പറഞ്ഞു. പിന്നെ ചായയും കുടിച്ചു. പിന്നെ നമ്മളൊരു ചട്ടിപ്പത്തിരി പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മോള് ഇതിൽ കുറച്ച് കണ്ടു, KFC ചിക്കൻ പോലെ നമ്മൾ ഇതാണ് വേണ്ടിയിട്ടാണ് മോള് വാങ്ങിച്ചത്. പക്ഷേ അധികം കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് നമ്മൾ കണ്ടില്ലേ, കുവ കണ്ടത്. കൂവൻ നമ്മൾ എപ്പോഴെങ്കിലും അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇത് ഇക്കാനെ കൊണ്ട് കൂവ വാങ്ങിച്ച് തരാൻ പറഞ്ഞപ്പോൾ ഇക്ക പോയിട്ട് 1 കിലോ കൂവയും വാങ്ങിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വീടെത്താനാകുമ്പോഴാണ് പള്ളി പെരുന്നാൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ പിണ്ടി പെരുന്നാൾ ആളുകളൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഫ്രണ്ടിലേക്ക് വണ്ടികൾ നിർത്തിയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വയനാടൻ ഡേയ്സ് ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരും. ടാറ്റാ, ബൈ ബൈ, സീ യു.